പ്രിയപ്രേക്ഷകരെ, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് നിതിൻ രാജിന്റെ കുടുംബാംഗങ്ങൾ എത്തിയിരിക്കുകയാണ്. കോളേജിൽ വൈകാരികമായ നിമിഷങ്ങളാണ്. നിതിൻ രാജ് മരിച്ച സ്ഥലത്തെത്തി പിതാവ് വികാരഭരിതനായി. നിതിന്റെ കുടുംബം ഉടൻ തന്നെ പ്രിൻസിപ്പലിനെയും കാണും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അർജുൻ, ഇത് വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ ദിവസം നിതിന്റെ മരണത്തെ തുടർന്ന് തന്നെ ആ വാർത്ത അംഗീകരിക്കാനോ ആ വാർത്ത സത്യമാണെന്ന് വിചാരിക്കാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥയിലാണ് കുടുംബാംഗങ്ങളുള്ളത്. ഇന്ന് ഇത്രയും അടുത്ത ദിവസങ്ങളിൽ മകന്റെ വിയോഗം നടന്ന അപകടം നടന്ന ഇടത്തേക്ക് വരിക എന്ന് പറയുന്നത് ഹൃദയഭാരമുള്ളൊരു തീരുമാനമാണ്. എന്തുകൊണ്ടാണത് സംഭവിച്ചത്? തീർച്ചയായിട്ടും അതീവ വൈകാരികമായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണിത്. വളരെ വൈകാരികമായിട്ടുള്ള, അച്ഛനെ താങ്ങാൻ വേണ്ടി കഴിയാത്ത രീതിയിലുള്ള പ്രയാസം. മാധു പറഞ്ഞതുപോലെ തന്നെ മരണം സംഭവിച്ചു എന്ന് ഇപ്പോഴും ആ കുടുംബത്തിന് അംഗീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അത്രമാത്രം വേദനയുള്ള ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ഈ മരണപ്പെട്ട് നിതിൻ രാജ് കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടിയാണ് ജീവനൊടുക്കിയത്. ആ സംഭവം നടന്ന സ്ഥലത്ത് ഇപ്പോൾ നിതിൻ രാജിൻ്റെ പിതാവ് രാജൻ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. വളരെ വൈകാരികമായ സാഹചര്യം തന്നെയാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. നിതിൻ രാജിന്റെ കുടുംബം അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ അപകടമുണ്ടായ സ്ഥലത്തേക്കടക്കം അവർ എത്തുകയാണ്. ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഒരു ആശങ്കയാണത്. ആ സ്ഥലത്തേക്ക് നോക്കൂ, നിതിൻ ചാടി മരിച്ച കെട്ടിടത്തിന്റെ മുകൾ ഭാഗം കാണുമ്പോൾ അത് കാണാൻ കഴിയാതെ ആ മനുഷ്യൻ കണ്ണുപൊത്തി മാറി നിൽക്കുന്നുണ്ടായിരുന്നു. എന്തിനാണ് ഇത്രമേൽ വൈകാരികമായ ഒരു സാഹചര്യം ഇന്ന് ഉണ്ടായത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അവിടേക്കൊക്കെ വന്നു നിൽക്കാൻ കഴിയുന്ന ഒരു മാനസിക സാഹചര്യം ആ കുടുംബത്തിനുണ്ടാകും എന്ന് വിചാരിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നുമില്ല. ആ വീട്ടിലേക്ക് നിതിൻ്റെ മൃതദേഹം എത്തുന്ന സമയത്ത് പോലും അതിവൈകാരികമായ നിമിഷങ്ങളാണ്. അതിനുശേഷം അവൻ്റെ കൂട്ടുകാർ ആ വീട്ടിലേക്ക് എത്തിയപ്പോൾ പോലും 31 കുട്ടികൾ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസമാണ് എത്തിയത്. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴും അച്ഛനും അമ്മയും ഒക്കെ കരഞ്ഞു വീണു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തൻ്റെ കൂടെ പഠിച്ച കുഞ്ഞുങ്ങളെ കാണുമ്പോൾ പോലും അവനില്ല എന്ന് പറയുന്ന അതീവ ദുഃഖകരമായ സാഹചര്യത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ആ അച്ഛനാണ് ഇപ്പോൾ നിതിൻ മരണപ്പെട്ടിടത്തേക്ക് വന്നു നിൽക്കുന്നത്. അത് സ്വാഭാവികമായും മനുഷ്യന് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ഒരു സാഹചര്യമാണ്. ഇന്നിപ്പോൾ കോളേജിലേക്ക് എത്തിയിരിക്കുന്നു. പ്രിൻസിപ്പളുമായടക്കം കൂടിക്കാഴ്ചയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെങ്ങനെയാണ് ആ തരം കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടത് എന്നത് ചിന്തിക്കേണ്ടുന്ന വസ്തുതയാണ്. മാധു, കുടുംബം താല്പര്യം അറിയിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് സന്ദർശനം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ നിതിൻ രാജിൻ്റെ പിതാവ് പ്രിൻസിപ്പാളുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ വൈകാരികമായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഈ പറയുന്ന സാഹചര്യം എന്ന് പറയുന്നത്. നിതിൻ രാജിൻ്റെ അച്ഛന് ഇത് എത്രമാത്രം വേദന എല്ലാരും കൂടെ